സന്തോഷമുണ്ട് എൻ്റെ നാടായതുകൊണ്ട്. പക്ഷേ ഓവറോൾ ബിഗ് താങ്ക് യു. സിനിമ 21-ാം തീയതി വരെയാണ്. എല്ലാവരും പോയി കാണണം. എൻ്റെ തമിഴിലുള്ള ഫസ്റ്റ് ലീഡ് ഫിലിമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. മെയിൻലി ഉള്ളൊരു ഡിഫറൻസ് കണ്ടത്, ഞാൻ തമിഴ് സംസാരിക്കുമ്പോൾ എനിക്ക് ഡയലോഗ് പറയുമ്പോൾ അത്രയും കോൺഷ്യസ് ആവും. പക്ഷെ ഇതിൽ ഡയലോഗ് തെറ്റിക്കാൻ എനിക്ക് കമ്പനി ഉണ്ടായിരുന്നു. തമിഴത്തിൽ മോശമായിട്ട് പറയാൻ മാത്യു മെയിൻലി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. പകുതി കാസ്റ്റ് മലയാളിയാണ്, ഈക്വൽ കാസ്റ്റ് മലയാളിയാണ്. 4 പേര് മലയാളീസും 4 പേര് തമിഴ്. സോ ഒരു സൂപ്പർ ഫൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഭയങ്കര അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. എനിക്ക് സാർ ആദ്യം വിളിച്ചപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഓർത്ത് സാറ് ആക്ട് ചെയ്യുന്ന പടത്തിലൊക്കെ അങ്ങനെ എന്തോ ഇതായിട്ടാണ് വിളിച്ചതെന്ന് വിചാരിച്ചത്. പക്ഷെ സാറ് ഡയറക്ട് ചെയ്ത് സാർ തന്നെ എഴുതിയ പടം. അപ്പൊ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാറ് നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരും. അപ്പൊ അത് ഭയങ്കര രസമാണ്. എന്നിട്ട് നമ്മളത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. സാർ നമുക്ക് സമയം തരും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ ഭയങ്കര ജോളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഒരുമിച്ചുണ്ടാവും. അപ്പൊ ഭയങ്കര അടിപൊളിയായിരുന്നു. 21 ഫെബ്രുവരി പടം വരുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി റൊമാൻസ് ഇപ്പൊ അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതും കൂടെ വരുമ്പോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇതും ഈക്വലി അത്രയും ഫണ്ണും ഭയങ്കര രസമായിരുന്നു. ഷൂട്ടും പ്രോസസ്സും എല്ലാം. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. ഡെപ്ത് ഇന്റൻസിറ്റി ഏതാണ് എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഇവിടെ ലേറ്റ് കഴിഞ്ഞ പ്രസന്റ് മീഡിയ നന്ദി. ഇതുപോലെ എൻ്റെ പേര് വെങ്കടേഷ്. ഞാൻ ഫസ്റ്റ് സാറിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരു 4 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ആക്ടറായിട്ട് വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം സാർ എന്നെ എപ്പോഴും ഈക്വലിയാണ് ട്രീറ്റ് ചെയ്യാറ് എപ്പോഴും. ആൻഡ് ഷോക്കായിരുന്നു. ഞാൻ ധനുഷ് സാറിനാണ് വലിയൊരു താങ്ക്സ് പറയുന്നത്. കാരണം ഞാൻ 13ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് ചൈൽഡ് ആക്ടറായിട്ട് ട്രൈ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, നെർവസ് ആയിരുന്നു. പിന്നെ പോകെ നമ്മുടെ കാസ്റ്റ് അവരൊക്കെ എന്നെ കംഫർട്ടബിൾ ആക്കി. മെയിൻലി മാത്യു, പവിഷ്, രമ്യ, അനിക, അഭ്യ, പ്രിയ, സിദ്ധാർത്ഥ്. സോ അവർക്ക് എല്ലാവർക്കും നന്ദി പറയാം. To debut in his film is such a blessing. I have to thank him for that. And then the experience was amazing because of the cast especially and the crew. G.V. Prakash sir is the music and other technicians. Even our costumes were done in a way. Everything was very interesting. My character was also very interesting. So when I got this role, I was really excited because it's my first film. Very, very special for me to debut in a film like this. Is a dream for someone like me. So I'm really thankful for that. I would take back a lot of advices that Dhanush sir has given us. And I really hope you guys all, we all love Malayalam films so much. I hope you guys love and receive our film also the same way. Thank you. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമ്യ രമനാഥൻ. എനിക്ക് കൊച്ചിയിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഐ എം സോ സോറി, എൻ്റെ മലയാളം കുറച്ച് മോശമാണ്. സോ ഐ വുഡ് ലൈക്ക് ടു കണ്ടിന്யூ இன் தமிழ் if you don't mind. எனக்கு இந்த படம் பண்ணுறது ரொம்ப ரொம்ப சந்தோஷமாக இருந்தது. அண்ட் ஐ ஹாவ் மை பியூட்டிஃபுல் காஸ்ட் வித் மீ. அண்ட் செட்டில் வந்துட்டு இது மலையாளம் ஃபில்மா தமிழ் ஃபில்மானே தெரியாது. ஏன்னா பாதி காஸ்ட் வந்துட்டு மலையாளிஸ். So it was amazing working in this film, directed by Dhanush sir. So as you mentioned, I'm a dancer, and sir spotted me after watching my dance, and he wanted to meet me, and I was very nervous, but with the confidence that he gave me, அவர் கொடுத்த கான்ஃபிடன்ஸ்ல தான் வந்துட்டு இந்த படம் ஃபுல்லா பண்ணி முடிச்சோம். and இவங்க எல்லாரும் கூடயும் ஒர்க் பண்ணதுல ரொம்ப ரொம்ப சந்தோஷம். and Okay, so ladies and gentlemen, we have the whole Meek team on stage. So absolutely this calls for a cherry performance. Golden Sparrow.